ഉടമ്പടിയിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ. ഉടമ്പടി നിങ്ങൾ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ഹൂവർ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത്. ദൈവിക നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ്. അത് പാലിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് നിങ്ങൾ അതിൻ്റെ അത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡൈല്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നിയമമാണത്. അത് ഞായറാഴ്ചയാണ്. അത് എക്സോർവായി ആരെടുത്താൽ ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ സംശയമില്ലല്ലോ. നിങ്ങൾ മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. മരമറിയാതെ കൊടിയിട്ട് കാര്യം. ഇപ്പോൾ ഞാനൊരു സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ്. അത് ശുഭമാക്കണമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം. രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് UK ചെല്ലും. അപ്പോൾ രമ്യാവിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം. അവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ UK ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം. അതാണ് അവരുടെ മാറ്റർ ഡ്യൂട്ടി മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി എന്താ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരാനുള്ള മെറിറ്റില്ല. എന്താ കാരണം? ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണമെങ്കിൽ വീട് വേണം. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ്. പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വീട് ഭർത്താവിനും അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരും. കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ്. ഒരു വീട് സെറ്റ് ചെയ്തായിരുന്നു. ഒരു വീട് സെറ്റ് ചെയ്തതാണ്. കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ്. പക്ഷേ അവിടുത്തെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി. അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി. പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു. ഇപ്പോൾ രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസനം മാതാവിനോട് ഉടനെ പറയും, അമ്മ അവർ സ്റ്റാർട്ടായി പോയല്ലോ, ഇതിപ്പോൾ ഇവിടുന്ന് വീട് കിട്ടി കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യും, ഞാൻ ഇവിടെ പൊറപ്പിക്കുമെന്ന് ചെയ്യും. അത് വലിയ തലവേദനയാവും. കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം, ലേഡീസ് ഹോസ്റ്റലല്ല. അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത്? അത് നടക്കത്തില്ല. അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും രമ്യയും ലേഡീസ് ഹോസ്റ്റലിൽ എന്തൊരു കഷ്ടമാണെങ്കിൽ സംഭവം. എന്നാലും അമ്മ നമുക്കറിയാമല്ലോ, ഈ നെഞ്ചിൽ തൂങ്ങണ കശ്രൂവില്ലേ, അത് വലിയൊരു ഉറപ്പാണ്. അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസനത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പം നെഞ്ചിലെ കശ്രൂരം പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഉടമ്പടിയാണ്. അത് ഉടമ്പടി കശ്രൂ എന്ന് എൻ്റെ പേര്, വേറെ കശ്രൂന്നല്ല. അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന്മേ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കാര്യം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല. ഈ രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ്. കാര്യം നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവൾ ഈ കാശി തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത് ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസ്റ്റലിൽ താമസിക്കാം, 1 മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റെ അത് കയറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാണമ്മക്കളി പോലെയുള്ള പരിപാടിയാണ്. ഈ ഞാണമ്മയിൽ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചാകണമെന്നല്ല എൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കണം.
ഉടമ്പടിയിലുള്ളവർക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഉണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട്. കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ബ്രേക്ക് ആണെങ്കിൽ പ്രാർത്ഥന ഫ്ലോപ്പായി പോകും. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കുവോ ഒക്കത്തില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാം വെരിഫൈ ചെയ്യണം. 3 പേരെ നിർത്തിയല്ലേ വെരിഫൈ ചെയ്യണത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വെരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. സ്ട്രിക്റ്റ് ഉടമ്പടിയിലല്ലാത്ത ഒരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? 500 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 100 പേരെ 120 പേരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴവർ മാന്യം വരെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗികളൊക്കെ നോക്കും. അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കണത്? അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ടാവും ബൈസ്റ്റാൻഡറായിട്ട്. ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും. ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റ്. അതുകൊണ്ടാണ് ചേടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത്. ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാണ് എടുക്കണത്. ഞാൻ ചോദിക്കും, ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? ഇത് ചേച്ചിയാണ്. ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർന്നില്ലേ? അതാണ് ചിലർ ചെയ്യണ മണ്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല. ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം. കാര്യം ഈ ഉടമ്പടി ഇല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപറയുമോ? ഇല്ല. അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുള്ളൂ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല. ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം. ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപറയുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറയേ ഉള്ളൂ, ദൈവത്തിനെ ആക്ഷേപിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞു, അവരോട് ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറയുന്നു പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നവർ. അതാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും, ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 16 വയസ്സായിട്ടുള്ള, ശരി സമ്മതിച്ച്. പക്ഷേ അപ്പം അമ്മ ചെയ്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അമ്മ എന്താണ്, അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജനുവിനാകത്തുള്ളൂ. അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണ പോലെ ഇരിക്കും. അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഇതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയാണ്.